കമാൻഡ് ഹൈ ആയിട്ട് വന്നില്ല. അല്ല, എസ് കെ എന്റെ സുഹൃത്തുക്കളും സഹപാനലിസ്റ്റുകളുമായ രണ്ടുപേരോട് സൗമ്യമായി വിയോജിച്ചുകൊണ്ട് അവർക്ക് ദോഷമുണ്ടാകാത്ത തരത്തിൽ അവർ സൗമ്യമായി വിയോജിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്. ഒന്ന്, നമ്മുടെ എന്റെ സുഹൃത്ത് അസിത പറഞ്ഞു, ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അധപതനം, ഞാൻ അസിത ഉപയോഗിച്ച ചില വാക്കുകൾ പറയാണ്, അധപതനത്തെ കുറിച്ചാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഹാഷ്മി പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നത്. അതിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് പുതിയ സംഭവമല്ല, ഇതിൽ വലിയ അത്ഭുതപ്പെടാനുള്ള കാര്യവുമില്ല. പക്ഷെ അതേസമയം ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ് ഭയങ്കരമായ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ വേഗം തന്നെ ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയും UDF-ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഈ എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് പ്രചാരണ രംഗത്ത് ഇറങ്ങാം എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ ആത്മവിശ്വാസത്തിന് ചെറിയ രീതിയിൽ ക്ഷതമേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഇനി 3 പ്രവൃത്തി ദിവസമാണ് ബാക്കിയുള്ളത്. എന്തിനാണ്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. അതിനു മുൻപ് സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നിശ്ചയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു പ്രതിസന്ധിയാണ്. പക്ഷെ അതിന്റെ ഒന്നും അർത്ഥം വലിയൊരു അധപതനത്തിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി ചെന്നുപെട്ടു എന്ന അഭിപ്രായം എനിക്കില്ല. ഇനി എന്താ സംഭവിച്ചത്? കെ സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി എല്ലാ നേതാക്കളും രംഗത്തിറങ്ങി. ഇപ്പൊ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, AK ആന്റണി സംസാരിച്ചു. എന്നിട്ടും കെ സുധാകരൻ അനുനയത്തിന്റെ പാതയിലേക്ക് എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഘട്ടത്തിൽ നേതാക്കളോട് വിളിച്ചപ്പോൾ പറഞ്ഞു, അപ്പൊ ശരി ഗുഡ് ബൈ എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഇനി എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞാണ് കെ സുധാകരൻ അദ്ദേഹം എടുക്കാൻ പോകുന്ന ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പിനെ കുറിച്ചുള്ള സൂചനകൾ നൽകി. അത് കോൺഗ്രസ് നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ഇനി കെ സുധാകരന്റെ പ്രശ്നം മാത്രമല്ല, 37 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. തർക്കമുണ്ട്. പഴയതുപോലെ തന്നെ VD സതീശൻ പറഞ്ഞ ആളുകളെ സ്ഥാനാർത്ഥിയാക്കണം, അവിടെ KC വേണുഗോപാലിന് പറയുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കണം. ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആദ്യമായി അഭിമുഖീകരിക്കുന്ന ഒരു സന്ദിഗ്ധ ഘട്ടമല്ല. എനിക്കൊന്ന് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി കച്ചേരിക്കുള്ള മത്സരം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടുണ്ടാകും. ആളുകൾ ആശങ്കപ്പെടും. ഇപ്പൊ ഇതിനകത്ത് പിടിവാശി ആർക്കാ? പിടിവാശി യഥാർത്ഥത്തിൽ VD സതീശനാണ്. കാരണം VD സതീശന്റെ നിലപാടാണ് MP-മാരെ ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കേണ്ടത്. അവിടെ അയഞ്ഞ നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്ക്, KC വേണുഗോപാലിന്. അവരൊക്കെ പറയുന്നുണ്ട് കെ സുധാകരനെ മത്സരിപ്പിക്കാം. പക്ഷേ VD സതീശൻ അതിൽ കണിശമായ ഒരു നിലപാടുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡിന് ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റാത്തത്. ഈ പാർട്ടിയുടെ അധപതനം എന്ന ആ പ്രയോഗത്തിനോട് ഞാൻ യോജിക്കുന്നു. അതേസമയം തന്നെ ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരുന്ന സമയത്ത് ഇത് അവർ വലിയ കുറച്ച് സമയമേ ഉള്ളൂ. ഇതൊന്നും കോൺഗ്രസ് സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇത്. അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് കേരളത്തിൽ UDF-നായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. മാത്രമല്ല ഇതിനിടയ്ക്ക് KSU സംസ്ഥാന പ്രസിഡന്റും രാജിവെക്കുന്നു കത്തയച്ചു. രാജിക്കത്ത് കൊടുത്തു. അപ്പൊ ഫോൺ വന്നു, പൊന്നുമോനെ നീ അത് മാറ്റി, നിനക്ക് സീറ്റ് തരാം. ഓക്കെ സാർ, ഞാൻ പിൻവലിച്ചേക്കാം. വല്ലാത്തൊരു അവസ്ഥയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.